ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മുടെ നെത്തോലി മീൻ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട നമ്മുടെ നെത്തോലി മീൻ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ വെട്ടി വൃത്തിയാക്കി ക്ലീൻ ആക്കിയ കുറച്ച് ഒരു 250 ഗ്രാം നെത്തോലി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായി ഒരു ചെറിയൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി ചില്ലി പൊടി, കുറച്ച് ജിഞ്ചർ ഗാർലിക്, കുറച്ച് പെപ്പർ പൊടി, പിന്നെ അതിനാവശ്യമായ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഈ മസാലയെല്ലാം മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ പിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞാനൊരു പാൻ എടുത്ത് ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ, നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ നമുക്ക് ഇഷ്ടംപോലെ ലഭിക്കും. അപ്പോൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് കുറച്ചും കൂടെ നല്ലത്. മാരിനേറ്റ് വെച്ചിട്ട് അരമണിക്കൂർ കൊടുക്കും. കുറച്ച് ഇട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഏത് ഫിഷാണെങ്കിലും അധികം ഡീപ് ഫ്രൈ ചെയ്യാതെ എടുക്കുന്നതാണ് നമ്മുടെ ഫിഷ് ഫ്രൈക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ഡീപ് ഫ്രൈ ചെയ്യാതെ ഒരു ലൈറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആകുന്ന ആ ഒരു രീതിയിലാണ് ഫ്രൈ ചെയ്തെടുക്കാറ്. സോ നമ്മളെല്ലാ ഫിഷും നമ്മൾ പാനിലോട്ട് ഇട്ടിട്ടുണ്ട്. അതവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞ് കാണാം.